ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടിട്ട് മനസ്സിലായില്ല അല്ലേ? എന്താണിത്, വെജ് ആണോ നോൺ വെജ് ആണോ എന്നൊക്കെ സംശയം തോന്നുന്നുണ്ടാവും. ഇത് വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്, പക്ഷേ ഇതിൽ നമ്മൾ മുട്ട ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സോയ ചങ്ക്സ് എഗ് ഫ്രൈ റോസ്റ്റ് ആണ്. അപ്പോൾ ഇത്രയും വലിയ പേര് കേട്ടിട്ട് ഇതൊരു വലിയ റെസിപ്പിയാണെന്നൊന്നും വിചാരിക്കേണ്ട. വളരെ ചെറിയ റെസിപ്പിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാം. മുട്ട കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിലും മുട്ട കഴിക്കുന്ന വെജിറ്റേറിയൻസ് ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. അല്ലാതെ മുട്ട പോലും കഴിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു റെസിപ്പി സ്കിപ്പ് ചെയ്തോളൂ. നമുക്ക് അടുത്ത റെസിപ്പി ഉണ്ടാക്കി കഴിക്കാം എന്തായാലും. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ അപ്പത്തിൻ്റെയോ ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കുട്ടികളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഏതിൻ്റെ കൂടെയാണ് കഴിച്ചിട്ട് ഇഷ്ടമായതെന്ന് പറയാം. ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ല കോമ്പിനേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പൊറോട്ടയുടെ അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നമുക്ക് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ സോയ ചങ്ക്സ് എഗ് റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, 2 സവോള എടുത്തിട്ടുണ്ട്, 1 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, അത്യാവശ്യം ഇത്രയും വലിപ്പമുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പൊടികളൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് സോയ ചങ്ക്സ് ഒന്ന് വേവിച്ച് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് എടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് മസാലകളൊക്കെ പുരട്ടിയിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ സവോളയും തക്കാളിയും ഒക്കെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സോയ ചങ്ക്സ് ഇതാ കുക്ക് ചെയ്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോയ ചങ്ക്സിലേക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഞാനിതൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ സോയ ചങ്ക്സിലേക്ക് മുട്ട ചേർത്തിട്ടുണ്ട് 2 എണ്ണം. ഇതിലേക്ക് നമ്മളിപ്പോൾ സോയ ചങ്ക്സിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഈ സോയ ചങ്ക്സിൽ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള കോൺഫ്ലോർ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുക. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയിലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ചെറിയ സോയ ചങ്ക്സ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. പക്ഷെ വലിയ സോയ ചങ്ക്സിനാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതലുണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വലിയ സോയ ചങ്ക്സ് എടുത്തത്. ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഒരു 2 മിനിറ്റ് മതി എല്ലാ സൈഡും ഒരുപോലെ ഫ്രൈ ആയി വരാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡൊന്ന് ഫ്രൈ ചെയ്ത് നമ്മൾ ഈ സോയ ചങ്ക്സ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടാണ് ബാക്കി മസാല റെഡിയാക്കുന്നത്. അപ്പോൾ ആ മസാലയിൽ കിടന്നും സോയ ചങ്ക്സ് ഒന്ന് കുക്കായി വരും. അതുകൊണ്ടാണ് 2 മിനിറ്റ് മതി എന്ന് പറഞ്ഞത് ഫ്രൈ ആവുന്നത്. ഇനി നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മിക്സ് ചെയ്ത സോയ ചങ്ക്സിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സോയ ചങ്ക്സിൻ്റെ ഫസ്റ്റ് ബാച്ച് റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ചും റെഡിയാക്കി എടുക്കാം. ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മളിതിൻ്റെ മസാലയും റെഡിയാക്കുന്നത്. അതിനും കൂടിയുള്ള എണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ആദ്യത്തേതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സോയയുടെ സെക്കൻഡ് ബാച്ചും റെഡി ആയിട്ടുണ്ട്. നമുക്കിതും എണ്ണയിൽ നിന്ന് മാറ്റാം.
ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി. ഇതൊന്ന് കുക്കായി ഒന്ന് വഴന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. 2 സവോളയാണ് നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഒരു 2-3 പിഞ്ച് ഉപ്പേ ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് മസാല ആക്കിയിട്ട് മസാലയുടെ എരിവൊക്കെ നോക്കിയിട്ട് ചേർക്കാം. ഈ സവോളയുടെ കളറൊന്ന് മാറി വരട്ടെ, അതുവരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് മല്ലിയിലയോ വേപ്പിലയോ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ വേപ്പിലയാണ് ഇടാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിലാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ആ നാടൻ ടേസ്റ്റ് വരാൻ വേണ്ടി വേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോഴല്ല, ഏറ്റവും അവസാനമാണ് നമ്മൾ വേപ്പില ചേർക്കുന്നത്. അപ്പോൾ ഈ സവോളയുടെ കളറൊന്ന് മാറി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ചേർക്കുന്നത്, അതുകൊണ്ട് നല്ല ഭംഗിയുള്ളൊരു കളർ ഉണ്ടാവും. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടികളുടെ റോ സ്മെല്ല് മാറി വരുന്നത് വരെ ഇളക്കിയെടുക്കുക. എന്താണെന്ന് വെച്ചാൽ 1 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടികളുടെ റോ സ്മെല്ലും റോ ടേസ്റ്റും മാറി വരും. പൊടികളൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഇപ്പോൾ തന്നെ തക്കാളി ചേർക്കരുത്, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൊടികൾ കുക്കായി വരില്ല. പൊടികളൊന്ന് കുക്കായതിന് ശേഷം മാത്രമേ തക്കാളി ചേർക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്, പൊടികളൊന്ന് കുക്കായി വരാനായിട്ട്. ഇതിലേക്ക് നമ്മൾ ഗരം മസാലപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം ചേർക്കാം. വലിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ 1 തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി തക്കാളി നന്നായിട്ടൊന്ന് കുക്കായി വരണം. ഒരു 1/4 കപ്പ് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി വേഗം കുക്കായി കിട്ടും. ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള കുറച്ച് വെള്ളം ചേർക്കുക. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് തക്കാളിയിലേക്ക് വെള്ളം ചേർക്കാം. എങ്കിലേ കറക്റ്റായിട്ട് കുക്കായി വരുള്ളൂ. 1/4 കപ്പും ഒരുമിച്ച് തന്നെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കുക്കായി വരില്ല. ആദ്യം ഒഴിച്ച വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് അടുത്ത ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ ഒഴിക്കുന്ന വെള്ളം വറ്റി വരുന്നതനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇത് ഗ്രേവി ഉള്ള റെസിപ്പി അല്ല കേട്ടോ, ഡ്രൈ ആയിട്ടിരിക്കുന്ന റെസിപ്പിയാണ്. ഒരു കുഴിഞ്ഞ് നമ്മുടെ മസാല നമ്മുടെ സോയ ചങ്ക്സിലേക്ക് പിടിച്ചിരിക്കുന്ന പാകത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ തന്നെ കണ്ടോ തക്കാളിയൊക്കെ കുക്കായി തുടങ്ങി. ഒരു പ്രാവശ്യവും കൂടി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ടൊമാറ്റോ സോസാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. എരിവും ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ആവാനാണിത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ടൊമാറ്റോ സോസിൻ്റെ ആ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പില ചേർക്കാം.
നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് സോയ ചങ്ക്സിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരണം. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സോയ ചങ്ക്സിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ടൊമാറ്റോ സോസിൽ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. അതൊന്ന് പിടിച്ച് വന്നതിന് ശേഷം നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. നന്നായിട്ട് സോയ ചങ്ക്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല മിക്സ് ആയി വരുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇതൊരു 2 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരും. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സോയ ചങ്ക്സ് എഗ് മസാല ഫ്രൈ റെഡിയാക്കിയിട്ട് ചോറിൻ്റെ കൂടെയാണോ, അപ്പത്തിൻ്റെ കൂടെയാണോ, ചപ്പാത്തിയുടെ കൂടെയാണോ, ഏറ്റവും ഇഷ്ടമായത് എന്തിൻ്റെ കൂടെയാണെന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.